ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് +2 ക്രിസ്മസ് പരീക്ഷയ്ക്ക് വെറും 40 ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഏതാണ്ട് 37 ചാപ്റ്റേഴ്സ് ആണ് ഈ 40 ദിവസങ്ങളിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ 37 ചാപ്റ്റേഴ്സ് 40 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ ടെൻഷൻ ഒന്നും വേണ്ട മക്കളെ, കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സ്റ്റഡി പ്ലാനും ഒരു സ്റ്റഡി ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റഡി ചാലഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സ്റ്റഡി ചാലഞ്ച് റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ ഞായറാഴ്ച. നിങ്ങൾ എല്ലാവരും ഈ ലൈവിൽ പങ്കെടുക്കാൻ വേണ്ടി റെഡി ആയിക്കോളൂ. നിങ്ങൾ മാത്രമല്ല മക്കളെ, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യണം. ലൈവിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് റിമൈൻഡ് മീയും ലൈക്കും ഞെക്കുക. ഓൾസോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്ക് അറിയാൻ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ടോ, സാറ് ക്ലാസ് എടുക്കുമോ ഇതിൽ? തീർച്ചയായിട്ടും ഞാനും ഇതിന്റെ ഒരു ഭാഗമായിരിക്കും. നിങ്ങളൊപ്പം പഠിക്കാനും നിങ്ങളൊപ്പം പഠിപ്പിക്കാനും ഞാനും ഉണ്ടാവും മക്കളെ. അപ്പൊ എല്ലാവരും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടി റെഡി ആയിക്കോളൂ. ആകെ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ആ സ്റ്റഡി ചാനലിൽ പങ്കെടുക്കുക. ആ സ്റ്റഡി ചാലഞ്ചിൽ എന്താണ് പറയാൻ പോകുന്നത്, ഏത് ലൈവ് പ്ലാൻ ആണോ നമ്മൾ പറയാൻ പോകുന്നത്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി റെഡി ആവുക. അങ്ങനെ റെഡി ആണെങ്കിൽ ക്രിസ്മസ് പരീക്ഷയിലും അതുവഴി പബ്ലിക് പരീക്ഷയിലും നമുക്ക് ഈ വർഷം എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കാം. സോ ഒന്നും വെയിറ്റ് ചെയ്യാനില്ല. താഴെ കമന്റ് ബോക്സിൽ ഞായറാഴ്ച വരാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഈ പ്ലാൻ ഫോളോ ചെയ്ത് മുഴുവൻ മാർക്ക് നേടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഐ വിൽ ബി ദേർ സർ എന്ന്.